അഫ്നാൻ 9 PM നൈറ്റ് ഔട്ട്. സാധാരണ ഇത്തരം പെർഫ്യൂമുകൾ നിങ്ങൾ പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, കമന്റിൽ പറയാറുണ്ട്. ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യൂ, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പലപ്പോഴും അങ്ങനെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു പെർഫ്യൂം അധികം ആൾക്കാർ റെക്കമെൻഡ് ചെയ്തില്ല, ചിലപ്പോൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാനിത് ശരിക്കും റിവ്യൂ കണ്ടിട്ടല്ല ഞാനിത് വാങ്ങിയത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അത്യാവശ്യം ഒരു 10-15 ഡീക്കൻഡ് ആയതിനു ശേഷം ഇദ്ദേഹം നേരിട്ട് ഒന്ന് കളക്ട് ചെയ്യും. അങ്ങനെ 10-15 ഡീക്കൻഡ് ആയി നേരിട്ട് ഒന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ശരി, എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമാണ്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞത് ഏത് പെർഫ്യൂം അടിച്ചേക്കുന്നത്, ഏത് മണോ അത്, നല്ല മണമാണല്ലോ. അവിടെ അത് പുതിയതാ, അഫ്നാന്റെ. നമ്മുടെ അഫ്നാന്റെ ഏതാ, അഫ്നാൻ 9 PM നൈറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ അത് അതിന്റെ മണമല്ലേ ഇത്, ഇത് കൊള്ളാലോ, നല്ല വെറൈറ്റി സ്മെല്ലാണല്ലോ, ഒരു ഫ്രൂട്ടി ഫ്രഷ് ഫ്ലോറൽ, അതും വെയിലത്ത്, നല്ല വെയിലത്ത്. 1:30 കാണും ഉച്ചയ്ക്ക്. കാറ്റുകൊണ്ട് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം കാറ് അവിടെ നിന്ന് പാർക്ക് ചെയ്ത്, ഞാൻ വണ്ടി കൂടെ ബൈക്ക് കൂടെ പാർക്ക് ചെയ്തു. എന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ മണം ഇങ്ങെത്തി. അങ്ങനെയാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങിയത്. ഇപ്പൊ 2 വാങ്ങി, ഒരെണ്ണം പേഴ്സണൽ ആവശ്യത്തിനും ഒരെണ്ണം റിവ്യൂ ചെയ്യാനും പിന്നെ ആർക്കെങ്കിലും ഡീക്കന്റെ ആവശ്യം കൊടുക്കാനും വേണ്ടിയിട്ട്. അഫ്നാൻ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത നല്ലൊരു പെർഫ്യൂമാണ് 9 PM നൈറ്റ് ഔട്ട്. ഇനി പെർഫ്യൂമിലേക്ക് വരാം. പെർഫ്യൂമിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് മുടി, വാം സ്പൈസി, ഫ്രൂട്ടി, സ്വീറ്റ്, അരോമാറ്റിക്, ട്രോപ്പിക്കൽ, ലാവണ്ടർ, ഫ്ലോറൽ, വാനില, ആംബർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഈ 2 പെർഫ്യൂമുകളാണ് മേക്ക് ചെയ്തത്. ഒന്ന് ഇമ്രാൻ ഫസലാനി, പിന്നെ കിൻഡിൻ റസൽ. ഈ 2 പേരാണ് ഇത് ചെയ്തത്. ഇനി ഇതിന്റെ നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം. ഇത് മറ്റൊരു പെർഫ്യൂമുമായിട്ട് സിമിലാരിറ്റി ഉള്ള മണമൊന്നുമല്ല. പക്ഷെ എങ്കിലും ചില പെർഫ്യൂമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇനി നോട്ട് വായിക്കാം. നോട്ടിൽ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു മണമല്ല. പൊതുവെ ആ ഒരു നോട്ട് ഞാൻ പറയാറില്ല, അങ്ങനെയുള്ള മണങ്ങളും കുറവാണ്. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നോട്ട് ഓപ്പണിംഗിൽ ലാവണ്ടർ, കോക്നാക്, പിന്നെ ആപ്പിൾ, ബെർഗാമോ, മിഡിൽ നോട്ടിൽ ടോഫി, കാർഡമം, സിഗഡാർ, മഹോനിയാണ്. ആംബ്രോക്സം കൊടുത്ത് കണ്ടായിരിക്കും അത്. പിന്നെ ടോങ്കോ ബീൻ, ആംബ്രോഫിക്സ്, അഗിഗാല വുഡ്, പച്ചൂളി, കുറെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര നോട്ട് കാര്യങ്ങളും വരുന്നത്. ഇനി ബോക്സിന്റെ കാര്യം പറയാൻ പറ്റുമോ? ബോക്സ് വരുന്നത് നല്ല ബോക്സ് ആണ്. കട്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഒരു ബോക്സ്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 3500 രൂപയ്ക്കകത്താണ് റേറ്റ് വരുന്നത്. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കട്ടിയുള്ള ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഡേ പെർഫ്യൂം ആണ്, കോൺസെൻട്രേഷൻ. അതുകൊണ്ട് ലോങ്ജിവിറ്റിയിലും പ്രൊജക്ഷനിലും ഒരു കോംപ്രമൈസും ഇല്ല. പിറകില് ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അഫ്നാന്റെ ലോഗോ കാണാം. ഇങ്ങനെ അവിടെ തന്നെ നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്, ബെർഗാമോ, കോക്കനട്ട്, ലാവണ്ടർ, ആപ്പിൾ സെയിം നോട്ട് തന്നെയാണ്. കാർഡമം, മഹോനിയ, എനിക്ക് എന്താ അറിയില്ല, അതൊരു ആംബ്രോക്സിൻ പോലത്തെ കണ്ടിട്ടായിരിക്കണം. നോട്ട് കാര്യം കൊടുത്തിട്ടുണ്ട്. അകത്തും കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടില് നമ്മൾ നോക്കൂ, ഇത് കയ്യില് നമ്മുടെ ഈ സാൻഡ് പേപ്പർ ഇല്ലേ, മതിലൊക്കെ പെയിന്റ് ഒക്കെ ഒരിച്ച് കളയുന്ന സാൻഡ് പേപ്പർ പോലത്തെ ടെക്സ്ചറാണ്. പാമ്പിന്റെ ഒക്കെ തൊലി പോലുള്ള. തൊടുമ്പോഴും നമുക്കൊരു പരുപരുക്കൻ സ്വഭാവം ഫീൽ ചെയ്യുന്നുണ്ട്. പരുപരുക്കൻ പ്രതലത്തിൽ തൊടുന്ന പോലുള്ള ഒരു മാർബിൾ കല്ലിൽ തൊടുന്ന പോലെ തന്നെയാണ് ഫീല്. ബോട്ടില് അടിപൊളി ബോട്ടില്, നല്ല ബോട്ടില്, നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽ. ഭാരമുണ്ട്. ക്യാപ്പ് വരുന്നത് മെറ്റലാണ്. ബോട്ടിലുള്ള തന്നെ ഭാരം ക്യാപ്പിനും ഉണ്ട്. ഇപ്പൊ ചീപ്പന്റെ അകത്ത് അഫ്നാന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഫ്നാന്റെ ലോഗോ സ്പ്രേ ചെയ്യാം. നല്ല സ്പ്രേ ആണ്. ഇതിൽ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സ്മെല് കിട്ടും. ഡ്രാഗൺ ഫ്രൂട്ടും ഗ്രീൻ ആപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട് പ്ലസ് ഗ്രീൻ ആപ്പിൾ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വരുന്ന മണം അടിപൊളി മണമാണ്. അത് സൂപ്പർ സ്മെല്ല്, അടിപൊളി മണം. കിട്ടില്ല ഓപ്പണിങ്. ഇതിൽ ചെറുതായിട്ട് ബെർഗാമോ ചേർത്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ കിട്ടുന്നത് ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു സ്വീറ്റ്നെസ്സും ഒരു ഫ്രൂട്ടി എലമെന്റും. പിന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് ചേർത്തിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ പെർഫ്യൂംസ് ഡെ മാർലിയുടെ ഗ്രീൻലി ട്രൈ ചെയ്തവർക്ക് അറിയാൻ പറ്റും. അവിടെ അവര് ഗ്രാനി സ്മിത്ത് എന്നുള്ള ആപ്പിൾ ചേർത്തിട്ടുണ്ട്. ഗ്രാനി സ്മിത്ത്, ഗ്രീൻ ആപ്പിൾ തന്നെ ഗ്രാനി സ്മിത്ത് ആപ്പിൾ. ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള മധുരമില്ലാത്ത ആപ്പിളിന്റെ മധുരം കൊണ്ട് തേൻ മധുരമുള്ള ആപ്പിൾ അല്ലേ, തേൻ മധുരമുള്ള ആപ്പിൾ, അതുപോലെ മധുരമുള്ള ആപ്പിളിന്റെ നോട്ടാണ് ചേർത്തിരിക്കുന്നത്. പച്ച നിറത്തിലുള്ള ആപ്പിൾ. പിന്നെ ഈ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ടോഫി നോട്ടും പിന്നെ കുറച്ച് എർത്തി നോട്ടൊക്കെ ചേർന്ന് ഇത് മൊത്തത്തില് ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്, സമ്മർ ഫ്രൂട്ട്സ് കൊണ്ട് നിറച്ചൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് ഒരു ജ്യൂസ് കടയിൽ ചെന്ന് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രൂട്ട്സിന്റെ മണം, പല ടൈപ്പ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൊത്തിയിട്ട് അതിട്ടൊരു ജ്യൂസ് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രൂട്ടി സ്മെല്ല്. അതിൽ സ്വീറ്റ് നോട്ടുകൾ ചേർത്തിട്ടുണ്ട്, ഹെർബൽ നോട്ട് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് അല്പം പുതിനയിലൊക്കെ ചേരുമ്പോൾ എന്ത് വരും, ഈ ഫ്രൂട്ട് ജ്യൂസിനോടൊപ്പം തന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലേക്ക് ഇടുമ്പോൾ ഒരു ഹെർബൽ ബൊട്ടാണിക്കൽ സ്മെല്ലൊക്കെ ചേർന്ന് വരുന്ന ഫ്രൂട്ടി ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് റേഹാന്റെ ട്രോപ്പിക്കൽ വൈബ്,
അല്ലെങ്കിൽ ജംഗിൾ വൈബ്, ആ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീരീസാണ് ആ ഒരു ട്രോപ്പിക്കൽ വൈബ്, ജംഗിൾ വൈബ് ഒക്കെ. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപക്ഷെ അതിനേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതില് എനിക്ക് 2 പെർഫ്യൂം കൂടി ചേരുമ്പോൾ ഒരു മണമായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് ആദ്യം ഇറങ്ങിയ ഇൻവിക്ടസും പിന്നെ അൾട്രാമെയിൽ. ഇൻവിക്ടസിനും അൾട്രാമെയിലിനും ഒരു ബേബി ഉണ്ടായാൽ, കുഞ്ഞുണ്ടായാൽ എന്തായിരിക്കും? അതാണ് നൈറ്റ് ഔട്ട്. ഇതിന് പണ്ട് നമ്മൾ കഴിച്ചിരുന്ന ബിഗ് ബബിൾ, ആ ഒരു ബബിൾ കൊണ്ടല്ലോ, അതുപോലെ തന്നെ പണ്ട് ബൂമറിന്റെ തന്നെ ജെല്ലിയുടെ ഫ്ലേവർ വരുന്ന, പുറമേ ഒരു ജെല്ലി ഉണ്ടാവുമല്ലോ, പച്ച ബൂമറാന് പുറത്തൊരു ജെല്ലിന്റെ ഒരു ആവരണം ഉണ്ടാവുമല്ലോ. ആ ജെല്ല് എടുത്ത് ചവയ്ക്കുമ്പോൾ ഒരു സ്വീറ്റ് വാട്ടർമെലൺ ഫ്രൂട്ടി സ്മെല്ല് വരില്ലേ വായിൽ വെക്കുമ്പോൾ? അതുപോലെ ഒരു ഫ്രൂട്ടി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബബിൾ ഗമി സ്മെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുമ്പോൾ ഒരു ബബിൾ ഗം എഫക്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ് ബബിൾ ഗം. ബബിൾ ഗം ചവച്ചിട്ട് ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ ഒരു നല്ലൊരു മണമല്ലായിരുന്നു. ഇപ്പൊ ബബിൾ ഗത്തിന്റെ ഒരു സ്മെല്ലുണ്ട്. 2 നോട്ടുകൾ, അതായത് അൾട്രാമെയിലും ഇൻവിക്ടസും, ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ്. ഈ രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്ന മണമാണ് ഇതിന്റെ മണം. അപ്പൊ ഇതിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഒട്ടും അറിയാത്തവർക്കാണ് ഞാൻ ബിഗ് ബബിൾ ബൂമറിന്റെ കാര്യം പറഞ്ഞു, ബബിൾ ഗമി സ്മെല്ലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സെക്സി ആയിട്ടുള്ള സ്മെല്ലാണ് ബബിൾക്കത്തിന്റെ ഒരു മണവും പിന്നെ ഫ്രൂട്ടി നോട്ടൊക്കെ ചേർന്ന് വരുന്ന അൾട്രാ ഫ്രഷ് ആയിട്ടുള്ള മണം. നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് അടിക്കുക, പുറത്തേക്ക് ഇറങ്ങുക, എവിടെയാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോവുക. അതാണ് ഈ പെർഫ്യൂമിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. വീട്ടിനകത്തിരിക്കാനുള്ളതല്ല, പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മണം ഇത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഇതിന് കിട്ടുന്ന ഹൈപ്പ് നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ വെക്കേണ്ട, ഒരുപാട് കുറഞ്ഞ എക്സ്പെക്ടേഷൻ വെക്കേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള റേറ്റിംഗ് തന്നെയാണ് ഇതിന് കൊടുക്കാനുള്ളത്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. മെയിനായിട്ടും ട്രൈ ചെയ്യേണ്ടത് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നത് ട്രൈ ചെയ്യുക. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി എക്സ്ട്രേറ്റ് പെർഫ്യൂം ആണ്. അതിന്റെ ലോങ്ജിവിറ്റി 6-7 മണിക്കൂർ നമ്മുടെ നാട്ടിലെ ഹൈ ഹീറ്റിൽ നിൽക്കുന്നുണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3-3.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. പിന്നീട് മണം പോകുന്നില്ല, മണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങും. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങും. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ ഉണ്ട്. പ്രായറിന്ത്യയിൽ 5-ൽ 4.4 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് വെറുതെ അല്ല. ഇനി ഇതിന് പറ്റിയ കാലാവസ്ഥ ചൂട് സമയത്ത് ഉപയോഗിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഇത് വെയിലുള്ളപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. നല്ല വെയിൽ വേണം. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കരിഞ്ഞു പോകുന്ന വെയിൽ, ഹൈ ഹീറ്റിൽ വേണം ഉപയോഗിക്കാൻ. ഹൈ ഹീറ്റിൽ ഇതിൽ ചില നോട്ടുകൾ പുറത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇന്ന് ട്രൈ ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ ട്രൈ ചെയ്തു. കുറേ നേരം, ഇപ്പൊ മണി എത്ര 12 രാവിലെ 9 മണിക്ക് ഞാൻ അടിച്ചിട്ട് പോയത്. അപ്പോൾ 12 എനിക്ക് നല്ലപോലെ മണം നിൽക്കുന്നുണ്ട്. രാത്രിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. നൈറ്റ് ഔട്ട് എന്നാണ് പെർഫ്യൂം. രാത്രിയിൽ ഉപയോഗിക്കാം, വൈകുന്നേരം ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് കൂടുതലും ട്രൈ ചെയ്തിട്ട് മനസ്സിലായത് രാവിലെയും ഉച്ചയ്ക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വൈകുന്നേരവും ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ അച്ഛൻ ഇത് രാവിലെ എറണാകുളത്തേക്ക് പോകേണ്ട ഒരു യാത്ര ഉണ്ടായിരുന്നു. അതിരാവിലെ പോയി 3.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. രാവിലെ ഇത് അടിച്ചിട്ടാണ് പോയത്. തിരിച്ച് രാത്രി 12 മണിക്ക് കയറി വന്നപ്പോഴും ഞാൻ താഴോട്ട് വന്നപ്പോൾ അവർ വന്ന സമയത്ത് ഈ മണം എനിക്ക് കിട്ടി. ഈ പെർഫ്യൂമിന്റെ മണം എനിക്ക് പപ്പടത്ത് കിട്ടി. അപ്പോൾ ലോങ്ജിവിറ്റിയിൽ യാതൊരു പ്രശ്നമില്ല. അവർ കാറിലാണ് പോയത്. ലോങ്ജിവിറ്റിയിൽ യാതൊരു പ്രശ്നമില്ല. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷനും ഉണ്ട്. കോംപ്ലിമെന്റ് കിട്ടുന്ന മണമാണ്. ഞാൻ കോംപ്ലിമെന്റ് കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങിയത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ആര് വാങ്ങണം? ഫ്രഷ് പെർഫ്യൂം ഓഫീസിൽ യൂസ് ചെയ്യാൻ ഒരു ഫ്രൂട്ടി ഫ്രഷ് ആയിട്ടുള്ള പെർഫ്യൂം. ചിലരൊക്കെ പറയാറുണ്ട്, ചേട്ടാ എൻ്റെ ഓഫീസിൽ പെട്ടെന്ന് ഒരു ബ്രാഞ്ച് വിസിറ്റ് ഉണ്ടായപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോൾ ഭയങ്കര മണമായിരുന്നു. അതെന്ത് മണമെന്ന് എനിക്കറിയില്ല, നല്ലൊരു ഫ്രഷ് ഫ്രൂട്ടി സ്വീറ്റ് സ്മെല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് ഈ ഒരു പെർഫ്യൂമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള മണമായിരിക്കും അവർ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അഫ്നാൻ 9 PM വാങ്ങണോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് അഫ്നാൻ 9 PM നൈറ്റ് ഔട്ട് വാങ്ങും. 9 PM ഒരുപാട് കോമൺ ആയി. 9 PM അൾട്രാമെയിലിന്റെ ഇൻസ്പയർഡ് ആണ്. ഇത് അൾട്രാമെയിലും ഇൻവിക്ടസിന്റെ ഇൻസ്പയർഡ് ആണ്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം? മെയിനായിട്ട് ഓഫീസിൽ പോകുമ്പോൾ, പിന്നെ കോളേജിൽ പഠിക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഓഫീസ് AC ആണെങ്കിലും ഇല്ലെങ്കിലും, പിന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, വെയിലത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. എൻ്റെ അഭിപ്രായം മാത്രം കേട്ട് അത് മാത്രം മാനദണ്ഡമാക്കി ചെയ്യരുത്. ഡീക്കൻറ്റ് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫുൾ ബോട്ടിൽ സ്റ്റോറിൽ പോയോ അല്ലെങ്കിൽ എവിടെ നിന്ന് വെച്ചാൽ വാങ്ങുക. ഒരു കാരണവശാലും ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. അത് എല്ലാ പെർഫ്യൂമിനും ബാധകമാണ്. ഇവിടെ ആവർത്തിക്കുന്നത് മാത്രം. കളക്ഷനിൽ ഒരു സ്വീറ്റ് പെർഫ്യൂം വേണം, ഫ്രൂട്ടി പെർഫ്യൂം വേണം, ഫ്രഷ് പെർഫ്യൂം വേണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രഷ് ആണ്. അക്വാറ്റിക് നോട്ട് ചേർത്തിട്ടുണ്ട്, ഹെർബൽ എർത്തി നോട്ട് ചേർത്തിട്ടുണ്ട്, ഫ്രൂട്ടി നോട്ട് ചേർത്തിട്ടുണ്ട്. ഫ്രൂട്ടിയിൽ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നോട്ട് ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ചൂടത്ത് മാത്രം വിളയുന്ന ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നോട്ട് യൂണീക്ക് ആണ്. അതുപോലെ ഗ്രീൻ ആപ്പിളിന്റെ സ്മെല്ല്, ഗ്രീൻ ആപ്പിളിന്റെ മണം. YSL EDP ഫാൻ ആണ് നിങ്ങൾ. YSL EDP നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡെഫിനറ്റ് ആയിട്ട് ഇഷ്ടപ്പെടും. YSL EDP വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർ, അതിന്റെ അതേ മണമെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ YSL EDP നിങ്ങൾ പലരും മോഹിച്ചിട്ടുണ്ടാവും റിവ്യൂ കണ്ടിട്ട്, ഇതൊന്ന് വാങ്ങണം. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ഫ്രൂട്ടി, അതിനേക്കാൾ കുറെ കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത്, ബഡ്ജറ്റ് ഒതുങ്ങി നിൽക്കുന്നത്, എല്ലാവരും ചോദിക്കുന്ന ഒരു പെർഫ്യൂം നിങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 8 സ്പ്രേ ആണ്. 8 സ്പ്രേ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും, കോംപ്ലിമെന്റ് തരും.
നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ടി ഫ്രഷ് ചൂട് സമയമാണ്, ഹൈ ഹീറ്റ് ആണ്. മറക്കാതെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഉറപ്പോട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ നിങ്ങൾ ഓർഡർ കൊടുക്കും. ഞാൻ അങ്ങനെ 2 ഓർഡർ ചെയ്തു. ഒരെണ്ണം എന്റെ ആവശ്യത്തിനും ഒരെണ്ണം വീഗൻ ആക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഹൈ ഹീറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പലരും പറഞ്ഞിരുന്നു. അതിൽ ഒരെണ്ണമാണ് ആഫ്റ്റർ 9 PM നൈറ്റ് ഔട്ട്. 9 PM എടുക്കണ്ട, 9 PM നൈറ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. താങ്ക് യു സോ മച്ച്. കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് മെൻഷൻ ചെയ്യാം.